എല്ലാം പറഞ്ഞുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനിയിപ്പോ ഹണിമൂൺ എവിടെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ട് അറിയിക്കാം. ചേട്ടാ നിനക്കറിയില്ലേ ഞാൻ പ്ലാനിങ് ഉണ്ട്, നോക്കട്ടെ. പ്ലാനിങ് ഉണ്ട്. ഊട്ടി കൊടൈക്കനാൽ വല്ലതായിരിക്കും അല്ലേ? അതൊക്കെ പണ്ടായിരുന്നു അങ്ങനെ, ഊട്ടി കൊടൈക്കനാൽ. ഇപ്പൊ അങ്ങനെ അവിടെ ആരും പോവാറില്ല. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, എന്റെ ട്രൈ കണ്ട അവള് വീണു. പേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഐഡിയ പുള്ളി മോസ്റ്റ് കോപ്പി അടിക്കുക ചെയ്തതാണ്. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. உங்களுக்கு വയസ്സായി പോച്ചാ? ഏറിയ 45-50. ബിഗ് ബോസിൽ കയറാൻ വയറിൽ നിൽക്കാൻ വേണ്ടി ഒരു അടവ പുള്ളി ചെയ്ത. നിങ്ങളെ ഇവിടെ ആൾക്കാരെ അവൻ മണ്ടന്മാരാക്കുകയാണ്. അവൻ പൊട്ടണമെന്നല്ല, നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. ബിഗ് ബോസിൽ കയറാനുള്ള അടവാണ്. ഇവിടെ മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി ഇറങ്ങി നിൽക്കുന്നു. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. നിങ്ങളെ കല്യാണം കഴിഞ്ഞു? ഇല്ല, ഇല്ല. സത്യത്തിൽ കല്യാണം കഴിഞ്ഞില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവൻ രക്ഷപ്പെടാൻ പോണില്ല. എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഞങ്ങൾ ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ട് അല്ല എന്നോട് സംഭവം ഞാൻ നീ ഒന്നും പണയണ്ട. അങ്ങനല്ലാതെ ആൾക്കാരെ പറ്റിച്ച പോലെ ആരെയും പറ്റിച്ചില്ലല്ലോ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ? താലി കെട്ടുന്നേ കാണിക്കുന്നില്ല, പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നുണ്ട്, അതിൽ വേണ്ട തെണ്ടി. പറ്റിച്ചു എന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മാലയും ഇട്ട് ഒരാളുടെ കൂടെ നിന്ന് ഞാനിവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ.